അപ്പോൾ ഇതാ പുലർച്ചെ ഒരു 4:30 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3:30 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് 6 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് മുഹൂർത്ത സമയമാകുമ്പോഴേക്കും നമുക്ക് എത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാലത്ത് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി നമ്മളെ ദീദിൻ്റെ കല്യാണത്തിന് ആണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവാണ് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ നിതിൻ ചേട്ടൻ്റെ കല്യാണത്തിന് പോവാണ്. ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ട് എല്ലാവരും സുന്ദരികളായി. ഇനി പോയിട്ട് വരാം, അപ്പോൾ കാണാം കേട്ടോ ഗൈസ്. ബൈ. ഞങ്ങൾ വണ്ടി കയറാൻ പോവാണ് ഗൈസ്. വണ്ടി കാണിച്ചു തരാം ഗൈസ്. സെറ്റ് ഇതാണ് കല്യാണ ചെക്കൻ്റെ ചേട്ടനാണ് ഗൈസ്. എന്നാ സാറിനാണ് ഗൈസ്. കോഴിക്കോട്ടേക്ക് കല്യാണം കൂടെ പോവാണ്. മനസ്സിന്റെ പാവാട എവിടെ? ബസ്സിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരുവിധം എല്ലാവരും ഉറങ്ങിയിട്ടാ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടാ. മാറ്റി വാങ്ങിച്ചിട്ടാ. അങ്ങനെ നമ്മളിതാ ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മാളൂസിൻ്റെ വേഗം മുടി കെട്ടി കൊടുക്കാമെന്ന്. കാരണം നമ്മൾ രാവിലെ പോരുന്ന സമയത്ത് അവളുടെ മുടി തീരെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കെട്ടി പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടാ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനായിട്ടുണ്ട്, കാരണം അങ്ങോട്ട് ബസ് പോവില്ല. റനിമാമനോട് പോയി പറ, എനിക്ക് മിഠായി വാങ്ങിയാലും വേണമെങ്കിൽ. ഒരാൾ പറഞ്ഞ കേട്ടാ, കണ്ടാതൊന്നുമില്ല ഇനി മാമന്റെ ചെക്കന്ന്. നിതിമ ചേച്ചി അങ്ങനെ
ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സദ്യ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പം നമ്മുടെ തൃശ്ശൂരത്തെ സദ്യയും കോഴിക്കോട്ടത്തെ സദ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 6:30 ആവാറായപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ അവരെത്തിയിട്ടില്ല, അവരിനി അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ എത്തത്തുള്ളൂ കേട്ടോ. എല്ലാം അറിഞ്ഞോടത്തോ ഈ കൈ കാണിച്ചാ മതി. ഇതിനെവിടെ നീ നിൽക്കണ